അടുത്തത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. ഇത് ഈ 3 നക്ഷത്ര സമൂഹമാണ് ചിങ്ങക്കൂറ് എന്ന് പറയുന്നത്. ചിങ്ങം രാശിക്കാർക്ക് ഈ ആഴ്ച ആത്മപരിശോധന വളരെ കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന ഒരു സമയമാണ്. കേതു ലഗ്നത്തിലാണ്, 9ാം ഭാവത്തിൽ സൂര്യൻ വരുന്നു. ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായെന്നിരിക്കാം. അതുപോലെ ഉച്ചത്തിലാണ് സൂര്യൻ, ലഗ്നപതിയായിട്ടുള്ള സൂര്യൻ ഉച്ചത്തിലായതുകൊണ്ട് അതിൽ നിന്ന് ഒരു രക്ഷ ഉണ്ടാകും. എങ്കിലും പല തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ഉടലെടുക്കാനും അതുകൊണ്ട് അതിൻ്റെ പേരിൽ ശിരസ്സിന് കൂടുതൽ ചൂടുണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ട് ചില പുതിയ മേഖലകൾ അന്വേഷിക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ മാറ്റമൊന്നും വരാനില്ല. എങ്കിലും ചിലവുകൾ കുറച്ച് കൂടുതലാകും. അവ നിയന്ത്രിക്കേണ്ടതാണ്. അതിന് വേണ്ടതായ കരുതലെടുത്തില്ല എന്നുണ്ടെങ്കിൽ ചില കഷ്ടനഷ്ടങ്ങളോ കടങ്ങളോ ഒക്കെ പെരുകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ കുറച്ച് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു ശ്രദ്ധ വേണ്ടതായിട്ടുള്ള സമയമാണ്. ഇവർക്ക് ഒരു പരിഹാരം ആയിട്ട് ഗണപതിയെ ഭജിക്കുക, ഗണപതി ഹോമം നടത്തുക, ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക മുതലായിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രയോജനം ചെയ്യും.